സംഗീതം ആസ്വാദനം മാത്രമല്ല, ജീവിതത്തെ അത്രമേൽ സ്വാധീനിക്കുന്ന അനുഭൂതി കൂടിയാണ്. മനസ്സ് നിറയ്ക്കുന്ന മരുന്നായി സംഗീതം മാറിയതിന്റെ അനുഭവം പങ്കുവയ്ക്കുകയാണ് പ്രശസ്ത സോപാന സംഗീതജ്ഞൻ അമ്പലപ്പുഴ വിജയകുമാർ. ഭൂലോകങ്ങൾക്കധിപതിയാകും അമ്മേ ഭഗവതി ശരണം ശരണം. ഭൂലോകങ്ങൾക്കധിപതിയാകും അമ്മേ ഭഗവതി ശരണം ശരണം. നീലാകാശ നിരാകാരാകൃതി ചൂടും നളിനി നയനേ ശരണം നീ. അമ്പലപ്പുഴ വിജയകുമാർ. ഒരു മുഖവുര ആവശ്യമില്ല, പ്രത്യേകിച്ച് നമ്മുടെ ജനം TV പ്രേക്ഷകർക്ക്. സംഗീതം ആസ്വാദനത്തിന് മാത്രമുള്ളതല്ല, സംഗീതം ഔഷധമാണ് എന്നുകൂടി തെളിയിച്ച ഒരു സംഗീതജ്ഞനാണ്, പ്രതിഭയാണ്. ആ സംഭവം പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഞാനിങ്ങനെ ഒരു വിശേഷണം പറയുമ്പോൾ തന്നെ എത്തുക ലാലേട്ടൻ്റെ, നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ അമ്മ ശാന്തകുമാരി അമ്മ. അവർ രോഗാവസ്ഥയിൽ കഴിയുമ്പോൾ അവരുടെ ജന്മദിനത്തിൽ ലാലേട്ടൻ നേരിട്ട് വിളിച്ച് ആ അമ്മയുടെ മുന്നിൽ പോയി അവർക്ക് വേണ്ടി സംഗീതം, ഈ സോപാന സംഗീതം സമർപ്പിച്ച ഒരു പ്രതിഭയാണ്. ആ ഒരു വിശേഷങ്ങളാണ് നമുക്ക് കൂടുതൽ ചോദിക്കാനുള്ളത്. കുറച്ചുകൂടി കാര്യങ്ങളും പിന്നെയും ചോദിക്കാനുണ്ട്. നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. എങ്ങനെയാണ് ആ ഒരു അസുലഭ മുഹൂർത്തം എന്ന് പറയാം, ജീവിതത്തിൻ്റെ ഒരു നീണ്ട സംഗീത യാത്രയാണ്, അതിലെ ഏറ്റവും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു മുഹൂർത്തം തന്നെയായിരുന്നു അതല്ലേ? അതെ, തീർച്ചയായിട്ടും. ഞാൻ നമ്മുടെ കൊറോണ സമയം 2020 ആ സമയത്താണ് ലാലേട്ടൻ്റെ സുഹൃത്തായിട്ടുള്ള കുഴൂർ നന്ദേട്ടൻ എന്നെ വിളിച്ചിട്ട് ധന്വന്തരി മൂർത്തി ശ്ലോകങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിജയകുമാറിൻ്റെ ശബ്ദത്തിൽ വേണം എന്ന് നിരന്തരം അമ്മയെ കേൾപ്പിക്കാനാണെന്ന് പറഞ്ഞ് ലാലേട്ടൻ ഇങ്ങനെ വിളിച്ചിരുന്നു. അങ്ങനെ ഞാനിത് റെക്കോർഡ് ചെയ്ത് കൊടുത്തിരുന്നു. അത് നിരന്തരമായിട്ട് അമ്മ ആ രോഗാവസ്ഥയിൽ കേൾക്കാറുണ്ടായിരുന്നു. രോഗം ഭേദമായി കഴിഞ്ഞാൽ നമുക്ക് അമ്മയുടെ ഒരു സമർപ്പണം, സോപാന സംഗീതം നടത്താം എന്ന് ഇങ്ങോട്ട് പറയുകയായിരുന്നു. അതൊരു ആ ഒരു സമയത്ത് അമ്മയുടെ പിറന്നാൾ സമയത്ത് ലാലേട്ടനൊരു സർപ്രൈസായിട്ട് അമ്മയ്ക്ക് കൊടുക്കുകയായിരുന്നു. അമ്മയുടെ ആ എളിമ, അമ്മയുടെ ഭക്തി, അമ്മയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടിയൊരു ഭാഗ്യം എന്ന് പറയാം. കാര്യം അമ്മയ്ക്ക് അത്രയും ഒരു ഈശ്വരൻ വന്ന പ്രതീകമായ ഒരു പ്രതീതിയായിരുന്നു അമ്മയുടെ മനസ്സിലും ഉണ്ടായത്. അത്രയും സന്തോഷം നിറഞ്ഞൊരു അനുഭവമായിരുന്നു അന്നത്തെ ദിവസം ഉണ്ടായിരുന്നു. ഇപ്പോൾ അമ്മയ്ക്ക് സർപ്രൈസായി എന്ന് പറയുന്നു, ലാലേട്ടൻ വിളിച്ചപ്പോൾ അങ്ങേക്കും സർപ്രൈസ് ആയിട്ടുണ്ടാവല്ലോ? തീർച്ചയായിട്ടും. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കോളാണല്ലോ. ഒരിക്കൽ അവിടുന്ന്, പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ ഗൃഹത്തിൽ വെച്ചിട്ട് ഇങ്ങനൊരു ചടങ്ങ് നടക്കുന്നു. ആ ഒരു സമയത്ത് നമ്മൾ ഈ സോപാന സംഗീതവുമായിട്ട് അമ്മയ്ക്ക് സമർപ്പണമായിട്ട് നടത്തണമെന്ന് പറയുകയും, അത് സത്യം പറഞ്ഞാൽ എനിക്ക് ജീവിതത്തിലൊരു അനുഗ്രഹ നിമിഷം തന്നെ. കാര്യം ഇത്രയും വലിയ സെലിബ്രിറ്റി ആയിട്ടുള്ള നമ്മളെല്ലാം ആരാധിക്കുന്ന ലാലേട്ടൻ്റെ ഗൃഹത്തിൽ അമ്മയ്ക്ക് വേണ്ടി ഒരു സോപാന സംഗീതം കേൾക്കുവാനും അത് സമർപ്പിക്കുവാനും സാധിച്ചൊരു ഭാഗ്യമായിട്ട് തന്നെ കാണുന്നു. ഭക്തിയാണ് ഈ സംഗീതത്തിൻ്റെ ഏകരസമെങ്കിലും മനസ്സിൻ്റെ അവശതകളെയും ദുഃഖങ്ങളെയൊക്കെ മാറ്റുവാൻ ഈ സംഗീതത്തിന് നേരത്തെ പറഞ്ഞൊരു ഔഷധം തന്നെയാണ്. അത് ലാലേട്ടനും ആ ഒരു സംഗീതം കേൾക്കുമ്പോഴും അദ്ദേഹം അത് തന്നെ പറയാറുണ്ട്. വളരെ ഭക്തി നിർഭരം അദ്ദേഹത്തിൻ്റെ വോയിസ് തന്നെ എനിക്ക് അയച്ചിരുന്നു. ഒരുപാട് സന്തോഷം ഈ വാക്കുകൾ കേട്ട, ഈ ധ്യാനങ്ങൾ കേട്ടതിൽ. വിജയകുമാറിന് എല്ലാ ആശംസകളും. ഈ ഒരു സന്ദർഭം അല്ലാതെ ഇനി ഏതാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്? പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ കലാരംഗത്ത് എനിക്ക് തേടി വന്ന അനുഗ്രഹങ്ങളാണ് കൂടുതൽ. ഈശ്വരൻ എന്തൊക്കെ അനുവദിക്കുന്നു ഈ പ്രകൃതിയിൽ, ഈ ഭൂമിയിൽ, നമ്മളെ കൊണ്ടാകാവുന്ന കർമ്മരംഗത്ത് ഏറ്റവും പുഷ്ടിയോടെ, ഭക്തിയോടെ, സമർപ്പണ മനോഭാവത്തോടെ ലോക നന്മയ്ക്കായിട്ട് എന്നും യാത്രയുണ്ടാവണം. ഏത് രാജ്യങ്ങളായാലും, ഇപ്പോൾ അമേരിക്കയിലെ ഒരു പ്രോഗ്രാം കഴിഞ്ഞു, ഇനിയും കാനഡയിലൊരു ട്രിപ്പുണ്ട്. എവിടെയാണെങ്കിലും ഈ സംഗീതം, അതിൻ്റെ മൂല്യം, കേരളത്തിൻ്റെ തനത് സംഗീതമാകുന്ന സോപാന സംഗീതത്തെ അതിൻ്റെ യഥാർത്ഥ വഴിയിലൂടെ ജനങ്ങളെ പരിചയപ്പെടുത്തുന്നുള്ള ഒരൊറ്റ കർമ്മബോധം തന്നെയാണ് എന്നിലുള്ളത്. അത് മരണം വരെയും ഭക്തിയോടുകൂടി തന്നെ കൊണ്ടു കിടക്കും. ഏറ്റവും പ്രിയപ്പെട്ടൊരു സോപാന സംഗീതം നമുക്ക് കരുണ ചെയ്വാൻ എന്തു താമസം കൃഷ്ണ
കഴലീണ കൈ തൊഴുന്നേ ശരണാഗതന്മാർക്കിഷ്ട വരദാനം ചെയ്തു ചെമ്മേ ഗുരുവായൂപുരം തന്നിൽ മരുവുമഖില ദുരിതകരണ ഭഗവൻ. എത്ര പാടിയാലും ഈ ഒരു സംഗീതം ഞാൻ അമ്പലപ്പുഴ കണ്ണൻ്റെ മുമ്പിൽ ആദ്യം പാടിയ കൃതിയാണ്. കേട്ടാലും നമുക്ക് മതി വരാത്തൊരു സന്തോഷം. ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞു ഈ സംഗീതം ആസ്വാദനം മാത്രമല്ല, അനുഭവമാണ്, അനുഭൂതിയാണ്, ഔഷധമാണ്. ഈ അമ്മയുടെ, ഈ ലാലേട്ടൻ്റെ അമ്മ ദീർഘനാൾ ഏകദേശം 10 വർഷത്തോളമായി കിടപ്പിലായിരുന്നു എളമക്കര വീട്ടിൽ. ആ ചികിത്സാർത്ഥമാണ് കൊച്ചിയിലേക്ക് അമ്മയെ ലാലേട്ടൻ കൊണ്ടുവന്നത് തന്നെ. അങ്ങനെ അമ്മയുടെ ഒരു ജന്മദിനം 89ാമത്തെ ആ ജന്മദിനത്തിലാണ് ഇങ്ങനെയൊരു സോപാന സംഗീതം. അപ്പോൾ ആ അമ്മയുടെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? ഞാൻ 11 മണിക്ക് രാവിലെ പ്രോഗ്രാം പറഞ്ഞു. ഞാൻ 10:30 അവിടെ എത്തുകയും സമയമാകുമ്പോൾ എന്നെ വിളിച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് ലാലേട്ടനത് എനിക്ക് തോന്നുന്നു ഞാൻ ആ വണ്ടിയിൽ വന്ന് ഇറങ്ങുന്നത് ക്യാമറയിലൂടെ കാണുകയും ആ സമയത്ത് തന്നെ ആളെ വിട്ടിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ അകത്തേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഡൗൺ ടു എർത്ത്, ഭൂമിയോളം താഴ്മയുള്ള ഒരു എളിമയുള്ള ഭക്തിയുള്ള എന്താ പറയണമെന്നറിയില്ല, അത്രയും വാക്കുകൾക്ക് അതീതമാണ് അദ്ദേഹത്തിൻ്റെ ആ മനസ്സ്. മാത്രമല്ല കുടുംബാംഗങ്ങൾ എല്ലാവരുടെയും. ആ ഉടൻ തന്നെ അമ്മയെ പെട്ടെന്ന് തന്നെ 11 മണിക്ക് മുമ്പ് തന്നെ നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞ് അമ്മയെ അവിടെ കൊണ്ടിരുത്തി ആദ്യം വിളക്ക് കൊളുത്തി എങ്ങനെയാണോ ഒരു ട്രഡീഷണൽ ടച്ച്, ഒരു സമർപ്പണം, ആ ഭക്തി എങ്ങനെ അവിടെ വരുത്താമോ അതെല്ലാം അന്നത്തെ ദിവസം ഉണ്ടായിരുന്നു. അമ്മയെ പരിചയപ്പെടുത്തി, ലാലേട്ടൻ തന്നെ പരിചയപ്പെടുത്തുന്നു. ഇദ്ദേഹം അമ്മ കാണാറുള്ള അമ്പലപ്പുഴ കണ്ണൻ്റെ സോപാന സംഗീതജ്ഞനാണ് വിജയകുമാർ. എല്ലാവരെയും അദ്ദേഹത്തിൻ്റെ ആ മനസ്സ് മറക്കാൻ പറ്റില്ല. പിന്നെ അമ്മ എന്നെ അടുത്തേക്ക് വിളിക്കുകയും മാത്രമല്ല എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് അമ്മ പറയും എന്നെ അമ്മയുടെ തലയിലോട്ട് വയ്ക്കാനായിട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയെ ഞങ്ങളെയാണ് അനുഗ്രഹിക്കേണ്ടത്, അല്ലാണ്ട് അമ്മ ഞങ്ങളല്ല, അമ്മയുടെ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു. ആ ഒരു മനസ്സ് ജീവിതത്തിൽ മറക്കില്ല ഒരിക്കലും. ആ ഒരു അനുഭവം മുന്നോട്ടുള്ള സംഗീത യാത്രയിൽ ഇത്രത്തോളം പ്രചോദനമായിട്ടുണ്ട്. പറഞ്ഞതുപോലെ തന്നെ ഈ സംഗീതം ഒരു മരുന്നാണ്, മെഡിസിനാണ്. നമ്മൾ പലപ്പോഴും കേട്ടറിഞ്ഞിട്ടുണ്ട്, വായിച്ചറിഞ്ഞിട്ടുണ്ട്, കണ്ടറിഞ്ഞിട്ടുണ്ട്. അത് സ്വന്തം ജീവിതത്തിലേക്ക് വന്നപ്പോൾ ആ ഒരു അനുഭവം അത് പിന്നീടുള്ള യാത്രയിൽ എത്രത്തോളം പ്രചോദനമായിട്ടുണ്ട്? തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് ഈ സംഗീതത്തിൻ്റെ ഇതിലൂടെ സഞ്ചരിച്ചതിൻ്റെ ഭക്തിയുടെ ഓരോ അനുഭവങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ട്. ഒരുപാട് പ്രായമായ അമ്മമാർ സ്വന്തം മക്കളെപ്പോലും മറന്നിരിക്കുന്ന അവസ്ഥയിൽ ഈ സംഗീതം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ മറന്നിട്ടുണ്ടെന്ന് പറയും. പക്ഷെ സംഗീതം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഓർമ്മ വരുന്നു. മക്കളെ മറന്ന അമ്മയാണ്. ഞങ്ങളുടെ അമ്പലപ്പുഴയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് പല ടീച്ചർമാർ. എൻ്റെ ഗുരുനാഥനായ കൂടി കുട്ടപ്പാശാൻ മരിക്കുന്നതിന് തലേ ദിവസം വരെ ഒരാഴ്ച മുമ്പ് എല്ലാവരെയും മറന്നിരുന്നു. അവിടെയാണ് നേരത്തെ പറഞ്ഞ സംഗീതം ഈ ഒരു സൗഷധം തന്നെയാണ്. അതിൽ ബന്ധം, മനുഷ്യൻ്റെ മനസ്സുകൾക്ക് ബന്ധമുണ്ടെന്ന് അറിയുന്ന അടുത്ത നിമിഷങ്ങൾ പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ഇതിലും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഭക്തിയോടുകൂടി കുറച്ചുകൂടെ ഡെഡിക്കേഷൻ, ഭക്തി ഏറ്റവും കൂടുതൽ ചെലുത്തണം. ഇതത്രയും ആത്മാവിനെ ബന്ധപ്പെടുന്ന സംഗീതമാണ്, വെറുതെ ഒരു ആസ്വാദന സംഗീതമല്ല. അനുഷ്ഠാനത്തിൻ്റെ പ്രാധാന്യമാണെങ്കിൽ ദേവചൈതന്യത്തിൽ നൃത്തവും വാദ്യവും ഗീതവും ഒക്കെ സമർപ്പിക്കുമ്പോൾ വാദ്യഗീതമാവുമ്പോഴും പക്ഷേ അവിടെ മനുഷ്യൻ്റെ മനസ്സുകളെ ഏറ്റവും കൂടുതൽ അടുപ്പിക്കുന്ന സംഗീതമാണെന്ന് അനുഭവത്തിലൂടെ പഠിച്ചിട്ടുണ്ട്. ഏതായാലും ആ സംഗീത യാത്ര ഇനി അനസ്യൂതം സൗന്ദര്യത്തോടെ തുടരട്ടെ. എല്ലാവിധ ആശംസകളും.